നമസ്കാരം. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇതേപോലെ ഒരു അടിപൊളി പോക്കറ്റ് ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചാലോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സർക്കിൾസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ടോട്ടൽ വൈറ്റ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ആൻഡ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. വൈറ്റിൻ്റെ 4 വേണം, ഗ്രീൻ്റെ 2 വേണം, ഓറഞ്ചിൻ്റെ 2 വേണം. വൈറ്റ് ആണ് നമുക്ക് 4 വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളവും മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു 3 കളറാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സർക്കിളിലെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇന്ന് ടോട്ടൽ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി 5ൽ കൂടുതലാണെങ്കിൽ കുറച്ച് വലിയ ഫ്ലവർ ആയിരിക്കും. 5 ആണ് ഒരു മീഡിയം, കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഉണ്ടാവാം. ഇനി ഓരോ പെറ്റൽസ് ആക്കി ഉണ്ടാക്കണം. ഓരോ സർക്കിളും ഓരോ പെറ്റൽസ് ആക്കി നമുക്ക് ഉണ്ടാക്കണം. അതിന് പെറ്റൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. സർക്കിളിനെ കറക്റ്റായിട്ട് ഇതേപോലെ മിഡിലിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഫുള്ളായിട്ട് സർക്കിളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ശേഷം പെറ്റൽസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, കറക്റ്റ് മിഡിലായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ സർക്കിൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെറ്റൽസ് ഉണ്ടാക്കുന്നത് മുതൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സർക്കിൾ ആദ്യം കട്ട് ചെയ്തെടുത്തു, കറക്റ്റ് മിഡിൽ ഫോൾഡ് ചെയ്തു. ഇനി 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നോക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പായിട്ട് ഒരു സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും ഇതേപോലെ മേലോട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടോ, നേരെ മുകളിലോട്ട് ഏതെങ്കിലും ഒരു സൈഡ്, ഒരു കോർണർ മുകളിലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട്, ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ശ്രദ്ധിച്ച് വാച്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തില്ലേ, അതൊന്ന് നിവർത്തി കൊടുക്കുക. കറക്റ്റ് മിഡിലായിട്ട് നോക്കി ഇതേപോലെ നിവർത്തി എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ടൊരു പെറ്റലായിട്ട് അത് മാറുന്നുണ്ടായിരിക്കും. നോക്കിയേ, കണ്ടോ, വളരെ ഈസിയാണ്. നോക്കിയേ, ഈസി ആയിട്ട് ഒരു പെറ്റലായി. കണ്ടോ, അപ്പോൾ ആ ഒരു ഷേപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വരണം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ ബാക്കി എല്ലാ സർക്കിളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു പെറ്റൽസ് ഉണ്ടാക്കിയത് വളരെ സ്ലോലി എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ സെയിം പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള പെറ്റൽസൊക്കെ ഞാൻ ഒന്ന് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ തന്നെ ബാക്കി എല്ലാ പെറ്റൽസും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെയാണ് വേണ്ടത്. ഗ്രീനിൻ്റെ നമുക്ക് 2 പെറ്റൽസ് വേണം, ഓറഞ്ചിൻ്റെ 2 പെറ്റൽസ് വേണം, വൈറ്റിൻ്റെ നമുക്ക് 4 പെറ്റൽസ് ആണ് വേണ്ടത്. കാരണം വൈറ്റ് സെൻറ്ററിൽ 2 സൈഡിലും 2 വെച്ച് വേണം. അതുകൊണ്ട് 4 ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് 2 കാണിച്ചിട്ടുള്ളൂ, വേറെ ഞാൻ 2 കൂടി ഉണ്ടാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ടീം മാത്രമല്ല കേട്ടോ, വേറെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഭയങ്കര റിയലിസ്റ്റിക് ഫീലാണ് കാണാനായിട്ട്. ഓക്കെ, നമ്മുടെ ഫൈനലി നമ്മുടെ പോക്കറ്റിൽ പിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. വളരെ നീറ്റായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പേപ്പറൊന്നും ഡാമേജ് ആവാതെ വളരെ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പർ അധികം ചുളുങ്ങാതെ, ഒരുപാട് ബലം കൊടുക്കാതെ സോഫ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ക്രാഫ്റ്റ് പേപ്പറൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതിന് ഒരുപാട് ബലം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആയി പോവും. വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു നിവർത്തിയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു 1 സെൻറ്റിമീറ്റർ മടക്കിയില്ലേ, ആ ഒരു ഗ്യാപ്പിൽ അവിടെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പെറ്റൽസും ഇതേപോലെ ബാക്ക് ടു ബാക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പെറ്റൽസിൻ്റെ ഏത് സൈഡാണ് ഞാൻ ഒട്ടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആ 1 സെൻറ്റിമീറ്റർ മടക്കി അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഒട്ടിക്കാനായിട്ട്. നോക്കി ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയാണ് ആ 1 സെൻറ്റിമീറ്റർ മേലെ ഉള്ളിലോട്ട് മടക്കിയവിടെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പെറ്റൽസിൻ്റെ സൈഡ് വരുന്ന ഭാഗം കണ്ടോ, അതില്ലാത്ത സൈഡാണ് ആ ഒരു കോർണറിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ ഒട്ടിക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ഇനി ബാക്ക് ടു ബാക്ക് എല്ലാത്തിലും ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇനി അടുത്തതിൻ്റെ ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അടുത്തത് ഓറഞ്ച് ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് അവിടെ കറക്റ്റ് മിഡിലിൽ ഒട്ടിച്ചു. ഇനി 2 സൈഡിലും, ഒരു സൈഡിൽ ഓറഞ്ച് ഒരു സൈഡിൽ ഗ്രീൻ. ഓക്കെ, കണ്ടോ, ഓറഞ്ച് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഓറഞ്ചിൻ്റെ അടുത്ത സൈഡിൽ എന്താണ്, 1 സെൻറ്റിമീറ്റർ മടക്കിയ ആ ഒരു പോർഷൻ ഉണ്ട്, അവിടെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു ഓറഞ്ചും കൂടി ഉണ്ട്, നമ്മൾ ടോട്ടൽ 2 ഓറഞ്ചിലാണ് എടുത്തത്. ആ ഓറഞ്ചിൻ്റെ ആ പെറ്റൽസിൻ്റെ സൈഡ് അവിടെ ഒട്ടിച്ചു കൊടുത്തു. 1 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്ത് വീണ്ടും വന്നിട്ടുണ്ടായിരിക്കും. ഇനി വൈറ്റിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, വൈറ്റിൻ്റെ 1 സൈഡ് നമ്മൾ ഓറഞ്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ,
ഗ്രീനും അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അവിടെ ഗ്രീൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ഗ്രീൻ ഒട്ടിച്ചു, 2 ഗ്രീൻ ഉണ്ടല്ലോ ടോട്ടലി. അടുത്ത ഗ്രീൻ്റെ ആ 1 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് മടക്കി വെച്ച ആ ഒരു പോർഷനിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ പെറ്റൽസിൻ്റെ അവിടെ ചേർത്തിട്ട് എന്ത് ചെയ്തു, വീണ്ടും അത് ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ, ഇനി നമുക്ക് 2 വൈറ്റും കൂടിയാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മേൽഭാഗത്ത് റെഡ് വന്നു, താഴ്ഭാഗത്ത് ഗ്രീന് വന്നു, സെൻറ്ററിൽ വൈറ്റ് 1 സൈഡ് വന്നു, ഒരു 1 സൈഡും കൂടി വൈറ്റ് വരാനുണ്ടല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 4 വൈറ്റ് വേണം എന്ന് പറഞ്ഞത്. ഇനി വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യുക, അടുത്ത 2 വൈറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ വരുത്താനായിട്ട് നോക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ആ ഒരു ഫ്ലവറിൻ്റെ റൗണ്ടായിട്ട് തന്നെ വരണം, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ആ സെൻറ്ററിലെ പോയിന്റ് എല്ലാ പെറ്റൽസിൻ്റെയും എൻഡ് ഭാഗം ആ സെൻറ്ററിലോട്ട് കണക്റ്റ് ആയിരിക്കണം, ടച്ച് ചെയ്തിരിക്കണം. കണ്ടോ, എങ്കിലാണ് കറക്റ്റായിട്ട് ആ സർക്കിളിൽ വരുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ പെറ്റൽസും ഞാൻ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഗ്രീൻ എടുത്തിട്ട്, ഗ്രീൻ നേരത്തെ നമ്മൾ വൈറ്റിൻ്റെ സൈഡിൽ ഒട്ടിച്ചല്ലോ, അത് നേരെ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. നല്ല രീതിയിൽ ഒട്ടിട്ട് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആയാൽ മാത്രമാണ് നല്ല നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിബൺ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു അശോക ചക്രവും ഉണ്ടാക്കേണ്ടതുണ്ട്, അതിൻ്റെ കറക്റ്റ് മിഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാൻ ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ അശോക ചക്രത്തിൻ്റെ ഒരു സെൻറ്ററിലൊരു പോയിന്റ് ഇട്ടിട്ട് ചുറ്റും ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തു കേട്ടോ. ലൈൻസിൻ്റെ എണ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല, കാരണം നമ്മളൊരു ക്രാഫ്റ്റിന് വേണ്ടി ചെയ്യുന്നല്ലേ. അതുകൊണ്ട് കറക്റ്റ് റൂളൊന്നും ഞാൻ ഫോളോ ചെയ്യാതെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യാം. ഞാൻ അതൊന്നും നോക്കാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഒട്ടും ചെയ്യാൻ അറിയാത്ത കൊച്ചു കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. അവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഒരുപാട് റൂൾസൊന്നും ഫോളോ ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. സോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ലൈൻസ് അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈൻസും വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അശോക ചക്രം റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കറക്റ്റ് ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കി, അതും കൂടെ ഒട്ടിച്ചപ്പോൾ കറക്റ്റായിട്ട് ഒരു പോക്കറ്റ് ഫ്ലാഗിൻ്റെ ഒരു ഫീൽ നമുക്കവിടെ വന്നു. ഇനി നമുക്ക് റിബണാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ സൈഡിൽ അതിൻ്റെ ലെങ്ത് എല്ലാം കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 1 സൈഡിൽ ഓറഞ്ചും 1 സൈഡിൽ ഗ്രീനും 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, നോക്കി 1 സെൻറ്റിമീറ്ററിൽ വീതിയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നോക്കി ഇതേപോലെ. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു ഫീല് നമുക്കവിടെ കിട്ടും. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ റിബണൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മളിവിടെ റിബണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ റിബണിൻ്റെ ഫീല് നമുക്കവിടെ കിട്ടും. നല്ല നീറ്റായിട്ട് ഉണ്ടാക്കുക, പേപ്പർ അധികം ചുളുങ്ങാതെ നീറ്റായിട്ട് ഇത് ഉണ്ടാക്കണേ. കാരണം റിബൺ ആണല്ലോ, അത് നല്ല നീറ്റായിട്ട് ഇരുന്നാൽ മാത്രമേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു സൈഡിൽ ഫുള്ളായിട്ട് നീളത്തിൽ ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഒരു ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൽ ഞാൻ ഓറഞ്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്ലൂ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അതിൽ ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓറഞ്ച് 1 സെൻറ്റിമീറ്റർ, സെൻറ്ററിൽ വൈറ്റ് ഒരു ഗ്യാപ്പ് വന്നു, അതിന് നേരെ ഇപ്പോഴത്തെ ഗ്രീനും 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കറക്റ്റ് ഈക്വൽ ആയിട്ട് നല്ലൊരു റിബൺ നമുക്ക് കിട്ടിയില്ലേ, കണ്ടോ, നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 2 റിബണാണല്ലോ താഴോട്ടേക്ക് നിൽക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് മിഡിലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് 2 റിബണാണ് കിട്ടുന്നുണ്ടാവുക. ഇനി അതിൻ്റെ ഒരു സൈഡിൽ റിബണിൻ്റെ ഫീല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള റിബണിൻ്റെ ഫീല് നമുക്ക് അവിടെ കിട്ടും. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ റിബണിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. സോ കുറച്ചും കൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഒരു ട്രയാങ്കിളിലെ പോർഷൻ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഒന്നുമില്ല, ഇത് നേരെ എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഗ്രീൻ അല്ലേ താഴത്ത് വരുന്നത്, സോ ആ ഗ്രീനിൻ്റെ പോർഷനിൽ നേരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലോട്ടും ഒന്ന് ചെരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, നേരെ താഴോട്ടല്ല. കണ്ടോ,
ഒന്ന് ചെരിച്ചിട്ട്. അപ്പോൾ നേരെ ആ പെറ്റൽസിൻ്റെ നേരെ ബാക്കിലൂടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ചെരിവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പോക്കറ്റ് ഫ്ലാഗ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിയപ്പോൾ നല്ല ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് പിന്ന് നമ്മുടെ പോക്കറ്റിൽ അല്ല ഡ്രസ്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒട്ടുന്ന ഒരു ടേപ്പ് എടുത്തിട്ട് നല്ല പശയോ അല്ലെങ്കിൽ ടേപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സേഫ്റ്റി പിന്നും കൂടി അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഫ്ലാഗ് റെഡി ആയിട്ടുണ്ട്. സോ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ആയിരിക്കും. മറ്റുള്ളവരൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൽ മാത്രം വെറൈറ്റി ആയിട്ടൊരു അടിപൊളി ക്രാഫ്റ്റാണ്. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫ്ലാഗ് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ ആക്ച്വലി ഇത് ഷർട്ടിലൊക്കെ ഇങ്ങനെ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.